ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി. അതായത് മരുന്നുകൾ ഉപയോഗിക്കാതെ ശരീരത്തെ ചികിത്സിക്കുക എന്നാണ് ഫിസിയോതെറാപ്പി കൊണ്ട് മെയിനായിട്ട് പ്രവർത്തന രീതി. അപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് ഒരു പേഷ്യൻ്റ് ആദ്യം വരുമ്പോൾ നമ്മളവരെ കറക്റ്റ് ഫിസിക്കലി ഡയഗ്നോസിസ് ചെയ്ത് കൃത്യമായിട്ട് അവരുടെ അസുഖം എന്താണെന്ന് പഠിച്ചെടുത്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. ബലമില്ലാത്ത പേശികളെയൊക്കെ ബലം വെപ്പിച്ചെടുക്കുക. അത് വ്യായാമ മുറകളിലൂടെ ആവാം, മറ്റ് മെഷീൻസ് ഉപയോഗിച്ചിട്ടായിരിക്കാം. ഇപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പി, അതായത് ഫ്രാക്ചർ കേസുകളൊക്കെ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും അവർക്ക് ജീവിതത്തിലോട്ടേക്ക് തുടർന്ന് പോകണമെങ്കിൽ ഫിസിയോതെറാപ്പിയിലൂടെ പറ്റുള്ളൂ. ന്യൂറോ കേസുകൾ ധാരാളം ഇവിടെ വരുന്നുണ്ട്. സ്ട്രോക്ക്, പാർക്കിൻസൺസ്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്. അപ്പോൾ സ്ട്രോക്കൊക്കെ സംഭവിച്ചവർക്ക് പിന്നെ ഫിസിയോതെറാപ്പി ഇല്ലാണ്ട് മുന്നോട്ടേക്ക് പോകാനേ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെ ഒരുപാട് സ്ട്രോക്ക് പേഷ്യൻസ് ഇവിടെ വന്ന് ഒരു 6 മാസത്തെ 1 കൊല്ലത്തിനൊക്കെ ഇടയിൽ വീണ്ടും എണീറ്റ് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടുന്ന് പോയിട്ടുണ്ട്.